ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പിന്നിലായിട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ എരിന്നേലി അങ്ങാടി. ഈ ഒരു വീട് കണ്ടോ നിങ്ങൾ? ഇത് ഒരു പഴമയുടെ പ്രൗഢിയൊക്കെ ഉള്ള ഒരു വീടാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള വീടുകളൊന്നും കാണാനേ കിട്ടാറില്ല. കൂടുതൽ നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഈ ടൈപ്പ് വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീട് നിൽക്കുന്നത് നമ്മുടെ എരിന്നേലി അങ്ങാടിയിൽ തന്നെയാണ്. അപ്പോൾ വീടിനെ പറ്റി പറയാനല്ല നമ്മളിങ്ങനൊരു വീഡിയോ ഇട്ടത്. മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 ഡിസംബർ മാസം, ആ ഒരു ക്രിസ്മസിൻ്റെ സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ അറിയുന്നത്. അതായത് ഈ വീട്ടിലെ അമ്മയുടെയും മകൻ്റെയും ബോഡി, മരിച്ചിട്ടുള്ള മൃതദേഹം ദിവസങ്ങളോളം അഴുകി ആ ഒരു മണം ഈ ഏരിയ മൊത്തം സ്പ്രെഡായതിനു ശേഷമാണ് ഈ വീട്ടിലെ അമ്മയും മകനും മരിച്ചു, അല്ലെങ്കിൽ മരിച്ചിട്ട് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്നുള്ള കാര്യം അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, എരിന്നേലി അങ്ങാടി എന്ന് പറഞ്ഞാൽ അത്രയും ആളും അനക്കമുള്ളൊരു റോഡും പരിസരവും തൊട്ട അപ്പുറത്ത് തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് കോംപ്ലക്സുകളും കടകളും ബിസിനസ്സും പരിപാടികളൊക്കെ ഉണ്ട്. ജ്വല്ലറി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ റോഡിലും ഈ വീടിൻ്റെ പരിസരത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴും ഈ വീട്ടിൽ രണ്ടുപേരും മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങളോളം പഴക്കമുള്ള രണ്ട് മൃതദേഹങ്ങളായിരുന്നു അമ്മയുടെയും മകൻ്റെയും. അവസാനം ഒരുപാട് ദുർഗന്ധം, മരിച്ച് അത്രയും മണം ആ ഏരിയ മൊത്തം സ്പ്രെഡായി. അങ്ങനെയാണ് സംശയം തോന്നി നാട്ടുകാരും കൗൺസിലറും ഇവരൊക്കെയായി വീട് തുറന്ന് നോക്കിയപ്പോഴാണ് അമ്മയും മകനും രണ്ട് മുറികളിലായിട്ടാണ് രണ്ടുപേരും കിടന്നതെന്നാണ് അറിഞ്ഞത്. അമ്മ ഒരു മുറിയിൽ കട്ടിലിൽ, മകൻ വേറൊരു മുറിയിൽ കമിഴ്ന്നാണ് കിടന്നിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബോഡി കണ്ടിട്ടുള്ള ആൾക്കാരിൽ കുറച്ച് പേര് അന്ന് പറഞ്ഞിരുന്നത് ഇത് വെറും 3-4 ദിവസത്തെ പഴക്കമല്ല ഈ ബോഡിക്കുള്ളത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായിരിക്കാം അവർ മരിച്ചിട്ട്. പക്ഷെ അവർ ആരുമായിട്ട് കോണ്ടാക്റ്റില്ല. പിന്നെ ഇത് ഒരു നാട്ടിൻപുറമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അയൽപ്പക്കത്ത് വീടുകളൊന്നുമില്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അയൽപ്പക്കത്ത് വീടുകളും നമ്മുടെ നാട്ടിൻപുറം പോലല്ല. ഇതിപ്പോൾ ഈ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചുറ്റും ഇത് അത്രയും വലിയൊരു ജംഗ്ഷൻ, തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ അയൽപ്പക്കത്ത് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു കണക്ഷനോ അല്ലെങ്കിൽ കോണ്ടാക്ട്സോ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അവരുടെ. എന്തായാലും ഒരേ സമയത്ത് ഒരേ വീട്ടിൽ രണ്ട് മുറികളിലായിട്ട് നടന്ന ഈ രണ്ട് മരണങ്ങൾ, ഇത് ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതിനെ പറ്റി പിന്നീടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല.